നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം പഴയ കണക്ക് ടീച്ചറിനെ പോലെയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നെന്ന് കണ്ടാൽ ഒരു പ്രോബ്ലം തന്നിട്ടങ്ങ് പോകും. പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര പേജുണ്ടെന്ന് തീരുമാനിക്കാത്ത, രണ്ടാം പതിപ്പില്ലാത്ത പുസ്തകമാണ് ജീവിതം. അത് പഠിച്ചാലും തീരാത്ത അധ്യായവുമാണ്. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനുമാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും നമ്മളെ അദ്ദേഹം പഠിപ്പിക്കുക. അത്തരത്തിലുള്ള വിധിയുടെ വിളയാട്ടങ്ങളിലൂടെ കടന്നുപോയ ഗൗതമി എന്ന നടിയുടെ ജീവിത വീഥികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗോപിക വസന്തം എന്ന ഗാനം കേൾക്കുമ്പോൾ മോഹൻലാലിനോടൊപ്പം മനസ്സിൽ ഓടിയെത്തുന്ന അതിലെ നായികയുടെ മുഖമാണ് ഗൗതമി എന്ന നടി. 5 ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അതിപ്രശസ്തയാണ് ഗൗതമി. ശരിക്കും ഗൗതമിയുടെ ജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണ്. സിനിമക്കാർ മാത്രമല്ല, എല്ലാവരും പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ അവരുടെ ജീവിതമാകുന്ന പാഠപുസ്തകത്തിലുണ്ട്. ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച കൗമാരകാലം, സിനിമയിലേക്ക് കടന്നു വരുമ്പോഴുള്ള യൗവനകാലം, അതിനുശേഷം സ്വന്തമായി കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും, 1 വർഷത്തോളം മാത്രം നീണ്ടുനിന്ന വിവാഹ ജീവിതം, തകർന്നടിഞ്ഞ ആ ദാമ്പത്യത്തിന്റെ ബാക്കി പത്രമായി ലഭിച്ച ഒരു പെൺകുഞ്ഞ്, പിന്നീട് കമലഹാസനുമായിട്ടുള്ള പ്രണയവും ലിവിംഗ് ടുഗദർ ജീവിതവും, ഇതിനിടയിൽ ഇടിത്തീ പോലെ വന്നു ചേർന്ന ക്യാൻസർ എന്ന മാരക രോഗവും, പിന്നീട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കമലഹാസനുമായിട്ടുള്ള ലിവിംഗ് ടുഗദർ ജീവിതവും തകർന്നടിയുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തനിക്കിനി ആരുണ്ട്, തന്റെ മകൾ അനാഥയായി പോകില്ലേ എന്നുള്ള ചിന്തകൾ അവരെ വല്ലാതെ അലട്ടി. അതുമാത്രമല്ല, താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച 15 കോടി രൂപയുടെ സ്വത്തുക്കൾ മറ്റൊരാൾ കൈക്കലാക്കുന്നു. തലമൊട്ടയടിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച നീല വസ്ത്രവും ധരിച്ചിരിക്കുന്ന ഗൗതമിയെ കണ്ട് പലരും വിധി എഴുതി ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന്. എന്നാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എല്ലാത്തിനെയും അതിജീവിച്ച് അവർ പറന്നുയർന്നു. ഇതിൽ നിന്നൊക്കെയാണ് പാഠങ്ങൾ പഠിക്കാനുള്ളത്. ഇപ്പോൾ അവർ ലൈഫ് അഗെയിൻ ഫൗണ്ടേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് ഗൗതമിയുടെ ജീവിത സഞ്ചാരത്തിലേക്ക് കടക്കാം. ആന്ധ്ര സ്വദേശികളായ ഡോക്ടർ ദമ്പതികളുടെ മകളായിരുന്നു ഗൗതമി. ബന്ധുക്കൾ നിർമ്മിച്ച ചില തെലുങ്ക് ചിത്രങ്ങളിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിലേക്ക് ശരിക്കുള്ള കടന്നുവരവായി കണക്കാക്കുന്നത് തമിഴ് ചലച്ചിത്രമായ ഗുരുശിഷ്യൻ എന്ന രജനീകാന്ത് ചിത്രത്തിലൂടെയാണ്. സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി. സിനിമ കാണുന്ന സ്വഭാവമൊന്നുമില്ല. ഗൗതമി തന്നെ പറയുന്നു, 1 വർഷത്തിൽ ഒരു സിനിമ കണ്ടാലായി, അത്രമാത്രം. ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ധൈര്യം പകർന്നു കൊടുത്തത് സാക്ഷാൽ രജനീകാന്താണെന്ന് അവർ ഓർക്കുന്നു. ഗുരുശിഷ്യൻ വൻ ഹിറ്റായിരുന്നു. അതോടുകൂടി ഗൗതമി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും തുടർച്ചയായ വിജയം കൈവരിച്ചു. അതോടെ ഗൗതമി 1ാം നിര നടിമാരിൽ ഒരാളായി മാറി. തമിഴിൽ മാത്രമല്ല, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലുള്ള ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ 10ഓളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ളയും, മമ്മൂട്ടിയുടെ ധ്രുവവും സുഹൃതവും, സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച സാക്ഷ്യവും ചുക്കാനും, ജയറാം നായകനായ അയലത്തെ അദ്ദേഹം എന്നിവയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. തമിഴിൽ കമലഹാസനുമായി അഭിനയിച്ച ചിത്രം മലയാളത്തിലെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ റീമേക്കായ പാപനാശം എന്ന ചിത്രത്തിലായിരുന്നു. അതിന്റെയും സംവിധായകൻ ജിത്തു ജോസഫ് തന്നെയായിരുന്നു. ഗൗതമി ഒരു പാട്ട് രംഗത്തിൽ മാത്രം ഗസ്റ്റ് റോളായി വന്ന് അഭിനയിച്ച് തരംഗം സൃഷ്ടിച്ച പാട്ടായിരുന്നു ചിക്ക് പക്ക് ചിക്ക് പക്ക് റെയിലേ കലക്കിത് പാറുത് സ്റ്റൈലേ എന്നുള്ള ആ ഗാനം. അതേപ്പറ്റി ഗൗതമി പറയുന്നത്, സ്നേഹബന്ധങ്ങൾ മറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഗസ്റ്റ് റോളിൽ വന്നതെന്ന്. ആ ചിത്രത്തിലെ ഡാൻസ് മാസ്റ്ററും പ്രഭുദേവായുടെ പിതാവുമായ സുന്ദരം മാസ്റ്റർ നേരിട്ട് വന്ന് കണ്ട് അഭ്യർത്ഥിച്ചു.
കൂടാതെ അന്ന് പുതുമുഖമായിരുന്ന ശങ്കർ എന്ന സംവിധായകൻ വീട്ടിൽ വന്ന് പാട്ട് കേൾപ്പിക്കുകയും ചെയ്തു. ആ പാട്ട് തരംഗമായപ്പോൾ നിരവധി നിർമ്മാതാക്കൾ അത്തരം റോളുകളുമായി അവരെ സമീപിച്ചെങ്കിലും അതൊന്നും അവർ സ്വീകരിച്ചില്ല. 1998 സന്ദീപ് ഭാട്ടിയ എന്നൊരു ബിസിനസ്സുകാരനെ അവർ വിവാഹം കഴിച്ചു. എന്നാൽ 1999 തന്നെ അവർ വേർപിരിഞ്ഞു. അതിൽ ജനിച്ച പെൺകുട്ടിയാണ് സുബ്ബലക്ഷ്മി. പിന്നീട് കമൽഹാസനോടൊപ്പം 2005 മുതൽ 2016 വരെ വിവാഹമെന്ന കരാറിൽ ഏർപ്പെടാതെ പരസ്പര ധാരണയോടുകൂടി അവർ ഒന്നിച്ചു ജീവിച്ചു. ആ ജീവിതത്തിനിടയിലാണ് അവർക്ക് ക്യാൻസർ പിടിപെടുന്നത്. അവരുടെ വേർപിരിയലിന്റെ കാരണമൊന്നും ഗൗതമി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കി. ക്യാൻസർ ബാധിച്ചപ്പോൾ ഭാര്യയെ നിഷ്കരണം ഉപേക്ഷിച്ച ക്രൂരൻ, അയാൾക്കെന്ത് ധാർമ്മികത എന്ന് എതിർകക്ഷികൾ ശക്തമായ പ്രചരണം നടത്തി. അതോടെ കമൽഹാസന്റെ MMK എന്ന പാർട്ടി ഒരു സീറ്റ് പോലും നേടാതെ ആ കുത്തൊഴുക്കിൽ ദയനീയമായി ഒലിച്ചുപോയി. ഗൗതമി ക്യാൻസർ രോഗിയാണെന്ന് കണ്ടുപിടിച്ചത് അവർ തന്നെയാണ്. ഗൗതമിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതിനുള്ള സ്വയം പരിശോധന നടത്തിയപ്പോഴാണ് ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത്. 50% മേൽ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യത്തോടെയാണ് ഡോക്ടർ സമീപിച്ചത്. മാമോഗ്രാം വഴി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ പറയുന്നു അവർക്ക് വേദനയോ ഡിസ്ചാർജോ പനിയോ വെയിറ്റ് ലോസോ ഒരു സിംറ്റംസും ഇല്ലാതിരുന്നപ്പോഴാണ് അവർ സ്വയം രോഗം കണ്ടുപിടിച്ചതെന്ന്. നമ്മുടെ എത്രയോ ഇഷ്ടതാരങ്ങളുടെ ജീവിതങ്ങൾ ഈ മഹാമാരി അപഹരിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർക്കണം. സത്യനും ശ്രീവിദ്യയും ഇന്നസെന്റും കവിയൂർ പൊന്നമ്മയും കൂടാതെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ശരണ്യ ശശിയും ജിഷ്ണു രാഘവനുമൊക്കെ ഈ മഹാമാരിക്ക് കീഴടങ്ങി നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ മമത മോഹൻദാസും കൊല്ലം തുളസിയുമൊക്കെ സർവൈവ് ചെയ്ത് ഇന്നും നിൽക്കുന്നുമുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു അസുഖമാണെന്നുള്ള സന്ദേശം ഗൗതമിയുടെ ലൈഫ് അഗെയിൻ ഫൗണ്ടേഷനിലൂടെ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൗതമിയുടെ രോഗത്തിന്റെ ചികിത്സക്കിടയിൽ 15ഓളം കോടി വില വരുന്ന ഒരു വസ്തു അത് വിൽപ്പനയ്ക്കായി അവരുടെ വിശ്വസ്തനായ മാനേജറുടെ പേരിലേക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തു. അതയാൾ ഭാര്യയുടെ പേരിലേക്കും മറ്റു പലരുടെ പേരിലേക്കും മാറ്റി തിരിമറി നടത്തി. ഒരുപക്ഷെ അയാൾ വിചാരിച്ചിട്ടുണ്ടാകും ഗൗതമി രോഗവിമുക്തയായി ഒരിക്കലും തിരിച്ചു വരികില്ല എന്ന്. ഈ വസ്തു തിരിച്ചു പിടിക്കുന്നതിലേക്കായി അവർ ഒരുപാടിടങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ച് കയറിയിറങ്ങി. അപകട സമയത്ത് സഹായിച്ചില്ല എന്ന പേരിൽ BJPയുമായുള്ള രാഷ്ട്രീയ ബന്ധം അവർ ഉപേക്ഷിച്ചു. പിന്നീട് അവർ കോടതിയെ സമീപിക്കുകയും കോടതി അവർക്ക് നീതിപൂർവമായ പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പിടികൂടി ജയിലിലടക്കുകയും ചെയ്തു. മലയാളിയായ ഒരു കുന്തംകുളത്ത് സ്വദേശിയും ഈ ക്രൈമിൽ അകപ്പെട്ടിരുന്നു. ഗൗതമി പറയുന്നു തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കരുതലായിരുന്നു അതെന്ന്. മകൾക്ക് 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഗൗതമിക്ക് ക്യാൻസർ പിടിപെട്ടത്. അന്ന് ഗൗതമി കഠിനമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മകളുടെ ഭാവിക്ക് വേണ്ടി പോരാടണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. ഡിപ്രഷനും അപ്സെറ്റുമാകേണ്ട സമയത്ത് ഗൗതമിയുടെ കരളുറപ്പും ദൃഢനിശ്ചയവും ഈ അസുഖത്തോട് പോരാടി വിജയിക്കുവാൻ അവർക്ക് ശക്തി പകർന്നു. തന്റെ മകൾ ഒറ്റപ്പെട്ടാലും ആരുടെയും സഹായമില്ലാതെ ധൈര്യമായി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുവാനുള്ള കഴിവും ശക്തിയും പകർന്നു നൽകി വളർത്തുവാൻ അവർക്ക് സാധിച്ചു. ഗൗതമിയുടെ ഈ രോഗത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും ജീവിത നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒറ്റയാൾ പോരാട്ടവുമൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ പാഠപുസ്തകത്തിലെ പാഠങ്ങളാണ്. ഓരോ അനുഭവങ്ങൾ നേരിടുമ്പോഴും അതോടെ അവസാനിക്കുമെന്ന് ആശ്വസിക്കുന്ന നിമിഷം നമ്മൾ പോലും അറിയാതെ അടുത്ത പാഠങ്ങളുടെ തുടക്കം നമ്മളെ തേടിയെത്തിയിരിക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.